നമസ്കാരം. കാസർഗോഡ് പെരിയയിലെ രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയത് ശരത് ലാലിനെയും കൃപേഷിനെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. അവരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കോടതി വിധി കഴിഞ്ഞ 2 ദിവസമായി ചർച്ചയാവുകയാണ്. CPM-ന്റെ മുൻ MLA അടക്കം KV കുഞ്ഞിരാമൻ അടക്കം നിരവധി പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും CPM-ന് ഗൂഢാലോചനയൊന്നും പങ്കില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാലകൃഷ്ണൻ പറഞ്ഞത് ഈ ശിക്ഷിക്കപ്പെട്ട പാർട്ടിക്കാർക്കെതിരെയൊക്കെ നടപടിയെടുത്താൽ, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാർക്കെതിരെയൊക്കെ നടപടിയെടുത്താൽ പാർട്ടിയിൽ പിന്നെ ആളില്ലാതാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് തെളിഞ്ഞു. അല്ലെങ്കിൽ പാർട്ടി അല്ല ഇത് നേതൃത്വം കൊടുത്തത്, ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തുടങ്ങിയ ന്യായീകരണങ്ങൾ, മുടന്തൻ ന്യായീകരണങ്ങളാണ് നടത്തിയത്. CPM-ൽ ഈ യുവാക്കൾ കടന്നു വരുന്നു. അവരെ പ്രത്യേകമായി ഈ കൊലപാതകവും ഒക്കെ ചെയ്യാൻ പരിശീലിപ്പിക്കുന്നു, ഗുണ്ടായിസം പരിശീലിപ്പിക്കുന്നു. എന്നിട്ട് അത് രക്ഷാപ്രവർത്തനമായി കാണുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാണന്മാർ പാടി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ CPM-ന്റെ വാഴ്ത്തുപാട്ടുകളാണ്. CPM-ൽ ഇനിയും ഇത്തരം സംഭവങ്ങളിൽ ഗുണ്ടകളായി വിലസാൻ ആളെ കിട്ടും. കാരണം അതുപോലെയുള്ള പിന്തുണയാണ് കൊടുക്കുന്നത് എല്ലാ തരത്തിലും. അതായത് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും CPM ഒരുക്കും. അതുപോലെ അവർക്ക് വേണ്ടി കേസ് നടത്തും. ഇതൊക്കെ ചെയ്യും. പക്ഷേ പാർട്ടിയല്ലേ ചെയ്യേണ്ടത്, സർക്കാരാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന്, അതായത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് CPM നേതൃത്വം കൊടുക്കുന്ന ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചിലവാക്കിയത്. അതൊരു ചോദ്യമായി അവശേഷിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഗുണ്ടകളെയും കൊലപാതകങ്ങളെയും ആവശ്യമുള്ള CPM-ന് അവരെ സംരക്ഷിച്ചേ പറ്റൂ. ഈ മുടന്തൻ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങളെയും കൊലപാതകികളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെട്ട പാർട്ടി പ്രവർത്തകരെയും ഒക്കെ തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് CPM കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട ഒരു ധാർമ്മികമായ കാര്യമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സംഘടന ചെയ്യുന്നത്? ഒരിക്കലുമല്ല. കാരണം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തി അത് എന്ത് കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കണ്ണുമടച്ച് സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് CPM കാലങ്ങളായി, കൊലപാതക രാഷ്ട്രീയത്തിന് എത്രയോ കാലങ്ങളുടെ പഴക്കമുണ്ട്, ആ കാലങ്ങളായി CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങ് തൊട്ട് ഇന്നോളം അത് തന്നെയാണ് CPM ചെയ്യുന്നത്. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ജയിലിലെത്തി മോചിപ്പിച്ച എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് കൊലപാതകികളെ തീറ്റിപ്പോറ്റുന്ന CPM-ന്റെ കഥകൾ കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ കൊടിസുനി എന്ന വ്യക്തിക്ക്, ക്രൂരനായ വ്യക്തിക്ക് പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഒരു കൈകഴുകൽ നയമാണ് CPM കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അല്ലെങ്കിൽ അവർ പിന്തുടരുന്നത് അത്തരത്തിലുള്ള നയങ്ങളാണ്. കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊല്ലാൻ നേതൃത്വം കൊടുത്തത്. ആ പ്രതികളെ സംരക്ഷിക്കേണ്ട ചുമതല CPM-നുണ്ട്. CPM അധപ്പതനത്തിന്റെ, അപചയത്തിന്റെ പുതിയ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. CPM എന്ന പാർട്ടി തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക്, അതിന്റെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകളിലേക്കാണ് CPM കടക്കുന്നത് എന്ന് പറയാതെ വയ്യ. CPM തകരണമെന്നോ CPM എന്ന പാർട്ടി ഇല്ലാതാകണമെന്നോ ഒന്നും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPM-ന്റെ പ്രവൃത്തികൾ തന്നെ ആ പാർട്ടിയെ ഇല്ലാതെയാക്കിക്കൊള്ളും. എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് കൊലപാതകികളെയും ഗുണ്ടകളെയും അതിക്രൂരന്മാരായ നരാധിപന്മാരെയും സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന, ഭരിക്കുന്ന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വരെ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന ആ ഒരു വികലമായ നയം CPM പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അവരുടെ രീതി. ഈ പാർട്ടിയെക്കുറിച്ച് നമുക്ക് ഒരു ചുക്കും അറിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.